ബി.ജെ.പി. നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പിൽ പരാതിയുമായി കൂടുതൽ നിക്ഷേപകർ. കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. ബി.ജെ.പി. സംസ്ഥാന നേതാവ് എം.എസ്. കുമാർ ബാങ്ക് പ്രസിഡന്റായ കാലയളവിലാണ് കോടികളുടെ തട്ടിപ്പ് നടന്നത്. 2004 ബി.ജെ.പി. നേതാവ് എം.എസ്. കുമാറിന്റെയും മറ്റു നേതാക്കളുടെയും നിയന്ത്രണത്തിൽ തിരുവിതാംകൂർ സഹകരണ ബാങ്ക് പ്രവർത്തനം തുടങ്ങിയത്. ബാങ്കിന്റെ 4 ശാഖകളിലായി പണം നിക്ഷേപിച്ചവരാണ് തട്ടിപ്പിനിരയായത്. 400ഓളം നിക്ഷേപകരിൽ 112 പേർ ഇതിനോടകം പോലീസിൽ പരാതി നൽകി. 14 കേസുകളാണ് ഇതുവരെ പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഉള്ള സമ്പാദ്യത്തിന്റെ വലിയ പങ്കും ബാങ്കിൽ നിക്ഷേപിച്ചവരാണ് തട്ടിപ്പിനിരയായവരിൽ ഏറെയും. 13 ലക്ഷമാണ് കഴിഞ്ഞ ജൂൺ 2023 തൊട്ട് കയറി ഇറങ്ങിയാണ്. ഒന്നും തന്നിട്ടില്ല, ഇൻട്രസ്റ്റും തന്നിട്ടില്ല, പൈസയും തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. 2 കുട്ടികൾ പഠിക്കുന്നു. ഇപ്പോൾ ഹോസ്റ്റൽ ഫീസുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ട്യൂഷൻ ഫീസുണ്ട്, എല്ലാം പോയി. നിക്ഷേപകരിൽ ഏറെയും ബി.ജെ.പിയുടെ അനുഭാവമുള്ളവരാണ്. നിരവധി തവണ പണം ആവശ്യപ്പെട്ടിട്ടും എം.എസ്. കുമാറും സംഘവും വ്യക്തമായ മറുപടി പോലും ഇവർക്ക് നൽകിയില്ല. ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞ മാസം അവസാനിച്ചതോടെ നേതാക്കൾ കൈമലർത്തി. തട്ടിപ്പിൻ്റെ എത്രയാണെന്നുള്ള എണ്ണം ഞങ്ങൾക്കില്ല. ശേഷം ഒരു 400ഓളം നിക്ഷേപകരുണ്ടെന്നാണ് ഞങ്ങളല്ലാതെ അന്വേഷിച്ച് അറിയാൻ പോയത്. പക്ഷേ ഈ രംഗത്ത് വന്ന് വളരെ ഒരു 100-ൽ താഴെ വന്നിട്ടുള്ളൂ. അത്രേ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം മറവിലാണ്. അത് എന്താണെന്നുള്ള കാര്യം ഞങ്ങൾക്കും അറിയത്തില്ല. അവർക്ക് അങ്ങനെ മാറി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കും. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ മനസ്സിലായില്ലേ, ബി.ജെ.പി. RSSന്റെ ഒരു സംഘടനയുടെ മേലത്തുള്ളത്. ഇതിനകത്ത് എനിക്ക് ഒരു 50% 60% ആൾക്കാരും പാർട്ടി അനുഭാവികളൊക്കെയാണ് ഇതിനകത്ത് കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തത്. കേസുകൾ ഉടൻ ക്രൈംബ്രാഞ്ചിന് കൈമാറും. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പുറമെ കോടതിയെ സമീപിക്കാനും ഒരുങ്ങുകയാണ് തട്ടിപ്പിനിരയായ നിക്ഷേപകർ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.